ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്ക് തന്നെയാണ്, അതല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. അതെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ വാട്സാപ്പിൽ ഓൺലൈൻ വന്നാൽ ഇതുവരെ അറിയാൻ വാട്സാപ്പ് അങ്ങനെ ഒരു ഫീച്ചറെ കൊണ്ടുവന്നിട്ടില്ല. അത് ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഒരു നോട്ടിഫിക്കേഷൻ പോലും നമുക്ക് വരത്തില്ല. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുവാണെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ വാട്സാപ്പിൽ വരുമ്പോൾ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ വരും. ഈ ആപ്ലിക്കേഷൻ ബാക്കിയുള്ള ആപ്ലിക്കേഷനുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമാകുന്നതെന്ന് വെച്ചാൽ, ബാക്കിയുള്ള ആപ്ലിക്കേഷനുകളെല്ലാം പെയ്ഡാണ്. പെയ്ഡ് എന്ന് പറയുമ്പോൾ ഏകദേശം 140 രൂപ വരെയൊക്കെ കൊടുക്കേണ്ടി വരും. ഇത് അങ്ങനെ ഒരു യാതൊന്നും കൊടുക്കണ്ട, നിങ്ങൾക്ക് ജസ്റ്റ് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങളുടെ ലവറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യപ്പെട്ട ബിസിനസ് ആവശ്യമായിട്ടുള്ള ആരെങ്കിലും ഓൺലൈനിൽ വരുവാണെങ്കിൽ നമുക്ക് ജസ്റ്റ് അപ്പോഴേ നോട്ടിഫിക്കേഷൻ വരും. നമുക്ക് ഏത് സമയത്ത് എത്ര സമയം വരെ ഓൺലൈനിൽ ഉണ്ടായിരുന്നു, ഏറ്റവും ലാസ്റ്റ് എപ്പോഴായിരുന്നു പോയത്, എല്ലാം ലാസ്റ്റ് സീൻ ഓഫാക്കിയിരുന്നാൽ പോലും നമുക്കറിയാൻ പറ്റും ഏറ്റവും ലാസ്റ്റ് എപ്പോഴാണ് വന്നതെന്നെല്ലാം. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. കൂടാതെ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഫേസ്ബുക്ക് പേജ് വഴി ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. നമുക്ക് എല്ലാ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോഴും അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ വായിച്ചിട്ട് എഗ്രിമെൻ്റ് ആണ്, അത് ഓക്കെ കൊടുത്തിട്ട് അക്സെപ്റ്റ് കൊടുക്കുക. അപ്പോൾ ഏറ്റവും ടോപ്പിലായിട്ടുള്ള ഒരു ആഡ് ബട്ടണിൽ പ്രസ് ചെയ്തതിന് ശേഷം നമുക്കിപ്പോൾ 3 ഓപ്ഷൻ ഉണ്ട്. അതായത് ടെലിഗ്രാമിൽ ഒരാൾ വരുന്ന അയാളുടെ ഓൺലൈൻ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയും, പിന്നെ വാട്സാപ്പ്, പിന്നെ vk.com. നമ്മളിപ്പോൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് വാട്സാപ്പാണ്. അപ്പോൾ വാട്സാപ്പ് ക്ലിക്ക് ചെയ്തതിന് ശേഷം കൺട്രി കോഡ് ഉൾപ്പെടെ, അതായത് നമ്മുടെ കൺട്രി കോഡ് +91 ആണ്. അപ്പോൾ +91 ഉൾപ്പെടെയുള്ള നമ്പർ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. നിങ്ങളിപ്പോൾ ദുബായിലാണ്, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ദുബായിലാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ നമ്പറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ ആ ദുബായിലെ നമ്പർ എൻ്റർ ചെയ്യുക, ദുബായിലെ കൺട്രി കോഡ് എൻ്റർ ചെയ്യുക. അതിനുശേഷം നൈം അടിച്ചു കൊടുക്കുക. ഓക്കെ എടുക്കുമ്പോൾ ഇപ്പോൾ ഉണ്ട. അപ്പോൾ എപ്പോഴൊക്കെ ഓൺലൈനിലായിട്ടുണ്ട്, ഇപ്പോൾ ഓൺലൈനിലാണോ അല്ല, 3 മിനിറ്റ് മുമ്പ് ഓൺലൈനിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ആ ഡീറ്റെയിൽസ് ഉൾപ്പെടെ നമുക്ക് ഇതിൽ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ ഏതൊക്കെ സമയത്തായിരുന്നു ഓൺലൈനിൽ 10 to 18 വരെ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്കിതിൽ കാണാൻ പറ്റും. പിന്നെ ഒരു ക്ലോക്കിൻ്റെ ഒരു ഇതിൽ സിമ്പിളിൽ നമുക്ക് ഗ്രാഫ് പോലെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് ഉപയോഗപ്പെടുമെന്ന് വിചാരിക്കുന്നു. മാത്രമല്ല, ഇപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ബാറിൽ മെസ്സേജ് വരും. അപ്പോൾ ഇതെന്തായാലും ഇത് ഞാൻ ബാക്കിയുള്ള ആപ്ലിക്കേഷനിലൊക്കെ വെച്ച് നോക്കിയപ്പോൾ എല്ലാത്തിനും ഒരുപാട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരുപാട് പൈസ കൊടുക്കേണ്ടി വരും. പക്ഷേ ഇത് തീർത്തും ഫ്രീ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്ത് ഫ്രീ ആയിട്ട് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. വേറെ വിഷയങ്ങളൊന്നുമില്ല, ഒരുപാട് റാമും ഒന്നും എടുക്കത്തില്ല, ബാറ്ററി കുറവൊന്നും വരത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.